ശ്രീ പി കെ ബഷീർ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, വളരെ വേദനാജനകമായ രോഗത്തിന് നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് അടിമപ്പെടുന്ന ഒരവസ്ഥയാണ്. സർ, അപൂർവ രോഗങ്ങൾ, പ്രത്യേകിച്ച് സ്പൈനൽ മസ്കുലർ അട്രോഫി ഉൾപ്പെടെയുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ ചികിത്സാ ചെലവിന് മുന്നിൽ മാതാപിതാക്കളൊക്കെ വളരെ നിസ്സഹായരായി മാറുന്ന ഒരു സാഹചര്യമാണ് സർ. അതുപോലെ തന്നെ സർ, ഹീമോഫിലിയ, താലിസിമിയ, സിക്കിൾ സെൽ, അനീമിയ, MSUD തുടങ്ങിയ അപൂർവ രോഗങ്ങളും അപൂർവ രക്തജന്യ രോഗങ്ങളും ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ ചികിത്സക്ക് സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെടുകയാണ് സർ. ഇതിന് നമുക്കെല്ലാവർക്കും അറിയാം സർ. നമ്മുടെ ഈ സഭയിലെ ബഹുമാന്യായ ശ്രീ മഞ്ഞളാംകുഴി അലി സാഹിബും അതുപോലെ എൻ്റെ യുവ സുഹൃത്ത് വിജിനും അവരുടെ നേതൃത്വത്തിൽ സർ ഇതുപോലെ ഉള്ള രോഗം ബാധിച്ച കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി അലി സാഹിബിന്റെ മണ്ഡലത്തിൽ ഇമ്രാൻ എന്ന കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടി 16.5 കോടി രൂപ ക്രൗഡ് ഫണ്ട് സ്വരൂപിച്ചു. അതുപോലെ തന്നെ വിജിന്റെ നേതൃത്വത്തിൽ 46,78,72,000 രൂപ ശേഖരിച്ചു. സർ, ഈ മരുന്നിനെ അറിയാം 18 കോടി മുതൽ 20 കോടി രൂപയാണ് ഇതിന്റെ ചികിത്സക്ക് ചെലവ് വരുന്നത്. അതുപോലെ തന്നെ സർ, ഇതുപോലെയുള്ള മറ്റ് അസുഖങ്ങൾക്കും വളരെയധികം നമുക്കറിയാം സർ, ഈ 5 തരം രോഗങ്ങളാണ് സർ ഈ അപൂർവ രോഗങ്ങളിൽ കാണുന്നത്. ഈ 5 രോഗങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് രോഗലക്ഷണം ഒന്നിപ്പോൾ സിക്കിൾ സെമീനിയ വന്നാൽ സർ അവസാനം ഇത് അരിവാൾ രൂപത്തിൽ ആകുകയാണ് സർ. രക്താണുക്കളെ ബാധിക്കുന്നതാണ്. ഞാനിപ്പോൾ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. അത് MSUD സർ, ഇത് രക്തത്തിനും മൂത്രത്തിനും ദോഷമായ ഇതുണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം പ്രയാസപ്പെടുകയാണ്. താലിസീമിയ നമുക്കറിയാം സർ, രക്തത്തിന്റെ കൗണ്ടിന്റെ പ്രശ്നങ്ങൾ. അതുപോലെ സർ, അതിമാരകമായ സന്ധിവാദം സർ. ഈ സന്ധിവാദം, അതിമാരകമായ സന്ധിവാദം വന്നാൽ 18 വയസ്സ് അല്ല 25 വയസ്സ് വരെ അതിന് ചികിത്സകൾ കൊടുക്കണം സർ. 1,50,000 രൂപ അതിന്റെ ചികിത്സക്കുള്ള ഇഞ്ചക്ഷൻ വരും. സർക്കാരിന്റെ ഇപ്പോഴത്തെ ഇത് പ്രകാരം ഈ അതിമാരകമായ സന്ധിവാദത്തിന് 18 വയസ്സ് കഴിഞ്ഞാൽ ചികിത്സക്ക് പണം ലഭ്യമാക്കൂല. അതുപോലെ തന്നെ ഹോർമോൺ കുറവുള്ള കുട്ടികൾ ഇങ്ങനെയുള്ളവരുടെ ചികിത്സക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് സർ. ഇതിന് സർ കേന്ദ്ര സർക്കാർ തന്നെ സെന്റർ ഓഫ് എക്സലൻസി വഴി കൊടുക്കുന്ന ഒരു ചെറിയ ഫണ്ട് മാത്രമേ ഉള്ളൂ. അത് 50 ലക്ഷം രൂപ കൊടുക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ സർ അതിലേക്ക് 3 കോടി രൂപയാണ് ആകെ വന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതായത് സർ, ഈ തുക പരിമിതി ആയതുകൊണ്ട് ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ സർ, SMA ഉള്ള കുട്ടികളെ നിങ്ങൾക്ക് പരിഗണിക്കണേ ഇല്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ശ്രദ്ധയിൽ വേണം എന്നാണ് എനിക്ക് പറയുന്നത്. ചെറിയ തുക ചികിത്സക്ക് വരുന്ന രോഗങ്ങൾക്കുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ പണം കൊടുക്കുന്നുള്ളൂ. ഈ 3 കോടി രൂപേന്റെ കൊടുക്കുന്നുള്ളൂ. നിലവിൽ സർക്കാർ സംവിധാനത്തിൽ 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഇപ്പം 42 കുട്ടികൾക്കാണ് ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ ഇതിന് കേന്ദ്രമായ ശുദ്ധിയിൽ ഇതിന് കൊടുക്കുന്നത്. 42 കുട്ടികൾക്ക് അത് മാത്രമേ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളൂ. അതിനു മുകളിലുള്ള കുട്ടികളുടെ ചികിത്സ എല്ലാ ഗുരുതരമായ രോഗം ഉള്ള ആളുകൾക്ക്, SMA-യിലുള്ള ആളുകൾക്ക് ചികിത്സക്ക് സർക്കാരിന്റെ സൗജന്യമായിട്ടുള്ള ഇത് ലഭിക്കുന്നില്ല. അപ്പൊ ഇതിന് ഒരു പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ നിലവിൽ സംസ്ഥാനത്ത് SMA രോഗം ബാധിച്ച എത്ര രോഗികൾ ഉണ്ട്, എന്തെല്ലാം തരം ചികിത്സകളാണ് സർക്കാർ ഈ മേഖലയിൽ രോഗികൾക്ക് നടപ്പിലാക്കാൻ വരുന്നതെന്നുള്ളത്. പിന്നെ സർ, ഈ ക്രൗഡ് ഫണ്ടിങ് സർ, ഈ MLA-മാര് ഈ ഫണ്ടുകളൊക്കെ സ്വരൂപിച്ചപ്പം ഈ രോഗികൾ മരിച്ചു. ബാക്കി ഫണ്ട് സർക്കാർ നിർദ്ദേശിക്കുന്നവര് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് അവർ ചെയ്യാന്ന് പറഞ്ഞു. നമ്മളിത് വരെ ഇന്ന് അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ ആകെ ഉണ്ടാക്കിയിട്ട് സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ 11.5 ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളൂ. ഏത് ജനകീയ കൂടെയാണ് 2 MLA-മാര് മണ്ഡലത്തിൽ വിരിച്ചപ്പോ 73 കോടി രൂപ 63 കോടി രൂപ കിട്ടി. അപ്പൊ എന്താണ് നമുക്കുള്ള പാളിച്ച? ഈ കാര്യത്തിൽ ഉള്ള അനാസ്ഥ മാറ്റി നമ്മുടെ ഈ അപൂർവമായ രോഗം വരുന്ന ചില കുടുംബത്തിൽ 2 കുട്ടികൾക്ക്, എനിക്കറിയാം സർ, ഒരു കുടുംബത്തിൽ 3 കുട്ടികൾക്ക് ഇതുപോലെ രോഗം. എന്താ സർ ചെയ്യുക? ആ രക്ഷിതാക്കൾ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? അതിന്റെ മാതാപിതാക്കൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇതിന്റെ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിന് ഒരു മുൻഗണന നൽകി ഇതിന് ഒരു ചികിത്സക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി എല്ലാ അപൂർവ SMA രോഗികൾക്കും ചികിത്സ സൗജന്യമായി ലഭ്യമാകുന്നതിനുള്ള ഒരു സംവിധാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ സന്ദർശനം കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാന്യനായ അംഗം ഇവിടെ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. സർ, ഒരു പനി വന്നാൽ, ഒരു കടുത്ത പനി വന്നാൽ ഒരു അച്ഛനും അമ്മയ്ക്കും എത്രത്തോളം ആശങ്കയും അവരെത്രത്തോളം വേവലാതിപ്പെടുമെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്.
അവിടെയാണ് ഇവിടെ പരാമർശിച്ച സ്പൈനൽ മസ്കുലർ അട്രോഫി പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ നിസ്സഹായതയും അവരുടെ വേദനയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ആ കുഞ്ഞുങ്ങൾ കടന്നുപോകുന്ന ആരോഗ്യപരമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അവസ്ഥയും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിലൊന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവെൻഷനുമാണ് സാർ അപൂർവ രോഗങ്ങളുമായി ഉണ്ടായിട്ടുള്ളത്. അപൂർവ രോഗങ്ങളുടെ ഒരു കാറ്റഗറി പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ദേശീയ അപൂർവ രോഗനയം 2021 മാനദണ്ഡങ്ങൾ അനുസരിച്ച് കുറേയേറെ രോഗങ്ങൾ 450ഓളം അപൂർവ രോഗങ്ങൾ ഉണ്ടെന്നാണ് ഇന്ത്യയിൽ രാജ്യത്ത് അത്രയും അപൂർവ രോഗങ്ങൾ ഉണ്ടെന്നാണ് ഒരു കണക്ക്. സർ, ഈ 2021 ദേശീയ അപൂർവ രോഗനയം അനുസരിച്ച് ആ മാനദണ്ഡങ്ങൾ പ്രകാരം വരുന്ന അപൂർവ രോഗങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. സർ, ഈ